വേറൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് വെട്ടലാണ്. ഇത് നമ്മുടെ നാട്ടിലും വിറക് വെട്ടാറുണ്ടോ? ഞാൻ വെട്ടാറില്ല. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശമ്പളം അറിയോ? ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വിറക് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാ. സ്ഥലത്തിന്റെ റിസപ്ഷൻ മാത്രം കണ്ടിട്ട് മുഖമൊക്കെ ചുളുങ്ങിയിരിക്കുവാണ്. ആൻഡ് വെൽക്കം ടു അവർ റൂം. എന്താ ഒരു ഇമോഷനാ നിക്കുന്നത്? വെൽക്കം ടു അവർ റൂം. വേദു എവിടെ? ഫ്രണ്ടിൽ എന്താ നോക്ക്. അത് പ്ലെയിൻ അല്ലേ? ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഫ്രം ബാലി. ഇന്ന് നിങ്ങൾക്കും പ്രിയയ്ക്കും എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെരി എക്സൈറ്റഡ്. ഇറ്റ്സ് അനദർ ബ്യൂട്ടിഫുൾ ഡേ ഇൻ ബാലി. പക്ഷെ അതിനൊക്കെ കാട്ടി മുഖ്യം എന്താ? പ്രിയയുടെ കോസ്റ്റ്യൂം റിവീൽ. എല്ലാ ദിവസവും ഇപ്പം അതിനല്ല എക്സൈറ്റ്മെന്റ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രിയക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടാ. 1 2 3. ആരാണ് ഈ ഹോളിവുഡ് നടി? കാൻസ് ഫെസ്റ്റിവലിന് പോവാണോ? വേണമെങ്കിൽ പോവാം. അതെ. അപ്പൊ പ്രിയ ഇസ് ലുക്കിംഗ് ഗോർജിയസ് ഇൻ ഹർ അനദർ ഡ്രസ്. ഇത് എവിടുന്ന ഷോള്? ഷോളല്ല, ഡ്രസ് മേളിലത്തെ. ഓക്കെ ഓക്കെ. കിട്ടുവോ? ഇപ്പൊ ആൾക്കാർ മെസ്സേജ് ചെയ്യും കേട്ടോ. ഇപ്പൊ മെസ്സേജ് ചെയ്യരുത്. ഞാനിപ്പോ കളക്ട് ചെയ്തേ ഉള്ളൂ. 1-2 കാണുള്ളൂ. സോ എന്താ പറയാ, ഞാൻ ഷോപ്പ് ചെയ്ത് ഇതിന്റെ കളേഴ്സ് ഒക്കെ ഷോപ്പ് ചെയ്ത് ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അനൗൺസ് ചെയ്യും. ഓക്കെ. അതിനോട് നല്ല മാലയുണ്ട്. ഇത് ഇതുമാതിരി ഞാൻ ട്രാവൽ ചെയ്യുമ്പോ ഞാൻ ഓരോന്ന് വാങ്ങുമ്പോ പറയുമല്ലോ എന്തിനാ വാങ്ങണേ. നല്ല ഭംഗിയുണ്ട്. കറക്റ്റ് ഔട്ട്ഫിറ്റ് മാച്ചാ. അപ്പൊ ലുക്കിംഗ് ഗോർജിയസ് ആൻഡ് പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു സ്ഥലത്ത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. ഭയങ്കര ഗ്ലോ. ഇന്നലത്തെ സ്പായിന്റെ ആണോ അതോ സൺസ്ക്രീന്റെ ആണോ? അതായിരിക്കും. ബാലി എത്തിയല്ലോ. ഓക്കെ, പോവാം. ഒരു ടിപ്പ് എനിക്ക് ബാലി പറയാനുള്ള, അൺലെസ് നിങ്ങൾ ഭയങ്കര റിമോട്ട് സ്ഥലങ്ങളിലോ അങ്ങനെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം റെൻ്റ് കാർ എടുക്കുക, അല്ലെങ്കിൽ റെൻ്റ് സ്കൂട്ടർ എടുക്കുക, അല്ലെങ്കിൽ ടാക്സിയാണ് ഏറ്റവും സേഫസ്റ്റ് ഇവിടെ. കാരണം പാർക്കിങ്ങും പാടാണ്, ടാക്സി ചീപ്പാണ്, ആ സമയത്ത് എല്ലായിടത്തും കിട്ടും ചെയ്യുക. ഇപ്പോൾ ഉണ്ടല്ലോ അമ്മയും മോനും, അതാണ് നമ്മുടെ ടാക്സി. ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുക, അവർ ഈ കാറിനകത്ത് കയറി അങ്ങോട്ട് ഇരിക്കുന്നു. രണ്ടുപേരും നോക്കിക്കേ, രണ്ടുപേരും കണക്കാ. രണ്ടുപേരും ഫോണിലാണ്, നേരെ കാറിനകത്തേക്ക് പോകുന്നു. അത് വേറെ ആൾക്കാരുടെയാ. സ്ഥലത്തിന്റെ റിസപ്ഷൻ മാത്രം കണ്ടിട്ട് മുഖമൊക്കെ ചുളുങ്ങിയിരിക്കുവാണ്. വലിയ സംഭവം എന്നൊക്കെ വലിയ ഡ്രസ്സിലൊക്കെ കൊണ്ടുവന്നാ. ഐ പ്രാങ്ക്ഡ് യു. നമ്മളൊരു എവിടെ താമസിക്കുന്ന അറിയോ? ഒരു Airbnb ഡോർമെട്രി സ്റ്റേ, ബങ്ക് ബെഡ്. അതിന് പകരം നല്ല ഭക്ഷണം കഴിക്കാം. വാ. ഏത് ഇടിക്കുമ്പോ ബമ്മലേ ഇടിക്കുള്ളൂ കേട്ടോ, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. റൂമിന്റെ അടുത്ത് തന്നെ നല്ലൊരു ഒത്തന്റിക് ഇന്തോനേഷ്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്. ഈ വറോങ് എന്ന് പറയുന്നത് തട്ടുകടയുടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയ ഷോപ്സിന്റെ പേരാണ്. പക്ഷെ ഇത് നല്ല ഫുഡായിരിക്കും, നല്ല പോപ്പുലർ സ്ഥലമാണ്. നമുക്ക് നല്ല ഇന്തോനേഷ്യൻ ഫുഡ് തന്നെ കഴിക്കാം. ഫുൾ ഭയങ്കര ലോക്കൽ മെനു ആണ്. ഇതൊക്കെ ഐറ്റംസ് ഒന്നും ഇല്ല, പക്ഷെ ഭയങ്കര റിവ്യൂസ് ഉള്ളതാണ്. ഒരു ഡ്രിങ്ക് ഉണ്ട്, എന്തിനാണെന്നറിയോ? ഇൻഫ്ലമേഷൻ കുറെ, വിത്ത് ലെമൺ ഗ്രാസ്, സിനമൺ, പിന്നെ എന്തോ ലോക്കൽ ഹെർബ്സ് ഒക്കെ ഇട്ട്. അത് മധുരമില്ല, പക്ഷെ അവനെ കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്തോളാൻ പറഞ്ഞു, ഹണി. അപ്പൊ എങ്ങനെയുണ്ട് നോക്കാമല്ലോ. പിന്നെ ഫോർ യു യുവർ ഫേവറേറ്റ്. ഉപ്പല്ല, യുവർ ഫേവറേറ്റ് മറ്റേ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഉണ്ട്. ഞാൻ നാസി കോറാൻ. എന്നിട്ട് നമുക്ക് ഡോമെട്രി കയറി കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. മേളില ബങ്ക് ബെഡാ, ഞാൻ താഴെ കിടന്നു. ഓക്കെ, താഴെ കിടന്നു, ഞാൻ മുകളിൽ കിടക്കാം. പിന്നെ ബാത്റൂം കോമൺ ആന്നേ ഉള്ളൂ. വെളിയിൽ പോണം ബാത്റൂം. ബാത്റൂമിൽ പോവാനാ? രാത്രിയാ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോണം. only one night. ഇന്ന് രാത്രി അപ്പോ ബ്യൂട്ടി സ്റ്റുഡിയോ ഉണ്ട്, കേറി കുറച്ച് ഓർണമെന്റ്സ് വാങ്ങുക. ഇന്ന് രാത്രി അപ്പൊ എനിക്ക് ശിവരാത്രി. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ.
എൻ്റെ ട്യൂമറിക് ആൻഡ് ഹണിയാ എൻ്റെ ഡ്രിങ്ക് ഫോർ ഡൈജഷൻ. ദിസ് ഈസ് യോസ്. ഇതെനിക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, വലിയ ടേസ്റ്റ് കാണില്ല, പക്ഷെ ഗുണം കാണും ഉറപ്പത്. ഗുണം പോരെ നമുക്ക്. ഇത് എന്താ പറയട്ടെ, ഇതിലോ ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തരരുത്. അപ്പൊ ചിയേഴ്സ് ടു ബാലി. നോക്കട്ടെ അടുത്തത്, ശരിക്കും മഞ്ഞൾ വെള്ളം. മഞ്ഞള്, പുളിപ്പ്, ഹണി, ജിഞ്ചർ. പക്ഷെ എനിക്കിഷ്ടമായി. ഒരു ഇറ്റ് ഡസൻറ്റ് ടേസ്റ്റ് ദാറ്റ് ബാഡ്. ഇറ്റ് ടേസ്റ്റ് ആക്ച്വലി ക്വൈറ്റ് എന്താ പറയുക, ഹീലിംഗ് ഫീലിംഗാണ്. സ്ട്രോങ് മഞ്ഞളിൻ്റെ വേണം. കുടിച്ചു കഴിഞ്ഞാലും മഞ്ഞളിൻ്റെ ടേസ്റ്റ് ആവായത്. യോസസ് ഫോർ ഇൻഫ്ലമേഷൻ, അത് കുടിച്ചാൽ മതി. എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പറയുമ്പോൾ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ദാറ്റ്സ് ലൈക്ക് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ എന്തൊരു ക്ലീൻ കിച്ചണാന്ന് തന്നെ നോക്കി. വെറുതെ മുട്ടയൊക്കെ അടിച്ച് ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യുന്നു. കിച്ചൺ ഭയങ്കര ക്ലീൻ, കംപ്ലീറ്റ് ലേഡീസ് ഓൺലിയാണ്. എന്തൊരു ക്ലീൻ കിച്ചണാണ്. മൺചട്ടി, വെരി ഒത്തൻറ്റിക്, അടിപൊളി. ഫസ്റ്റ് പ്രോപ്പർ മീലാണ് ഇന്തോനേഷ്യയിൽ ഇങ്ങനത്തെ ഒരു തട്ടുകടയിൽ നിന്ന്. ഇരിക്കുന്നതാണ് സ്റ്റാർട്ടർ, ഇന്തോനേഷ്യൻ സമോസ. ഓ സന്തോഷം നോക്ക്, സമോസ ഉണ്ടപ്പ. അതെ, ഇന്തോനേഷ്യൻ സമോസ നമ്മൾ തുടങ്ങുവാണ്. ഇതിപ്പോൾ എടുത്തിടും സമോസ ഇൻ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കോ. ദ ഫുഡ് ആൻഡ് ഓൾ ലുക്ക് സോ നൈസ് ആസ് യൂഷ്വൽ. സാറ്റേ, കുറച്ച് സ്പൈസി റൈസ്, എഗ്ഗ്, അവരുടെ പ്രോൺസ് ക്രാക്കർ. ഞാൻ തരില്ല കേട്ടാ, ചോദിച്ചു വാങ്ങാൻ നോക്കണ്ട. അടിപൊളി മീല്, നല്ല മണം കേട്ടോ. ആ ക്രാക്കേഴ്സ്, ഇതൊക്കെ സാറ്റർഡേ ഒക്കെ ആ ഒരു ഫില്ലിങ് നോക്ക്. നല്ല സാറ്റയുടെ നല്ല നല്ല എന്താ പറയുക, റോസ്റ്റഡ് സ്മെല്ല്, നല്ല സ്മോക്കി റോസ്റ്റഡ് സ്മെൽ. അത്യാവശ്യം സ്മോക്കിയാണ് ഈ സംഭവം. ഓ ഇത് പീനട്ട് സോസാണ്. എല്ലാ സാറ്റേഡിനും കൂടെ പീനട്ട് സോസാണ്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പൈസ് ആയിട്ടുള്ള പീനട്ട് സോസാണ്. അതുകൊണ്ട് സാധാരണ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. ഇത് അതില്ല. ഓ നോക്കട്ടെ റൈസിൻ്റെ ടേസ്റ്റ് കുറച്ച് സ്പൈസിയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് പ്രിയയുടെ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ഇറ്റ് ലുക്ക് സോ നൈസ്. പ്രിയ കുറേ മുന്തിരി ഉണ്ടല്ലോ, മുന്തിരിയും കാഷ്യും നല്ല. എന്തൊരു ഫ്ലേവറാണെന്ന് അറിയാം. എന്തൊരു സ്പൈസിൻ്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ആ ഒരു ചട്ടിയിൽ നിന്ന് എടുത്ത മൺചട്ടിയുടെ ആ ഒരു എന്താ പറയുക, സ്മോക്കി ഫ്ലേവറും ഉണ്ട്, എഗ്ഗും ഉണ്ട്, കുറച്ച് ഫ്രൈഡ് ഓണിയൻസും ഉണ്ട്. അടിപൊളി, നല്ല ലോക്കൽ ഫീലും. എന്തൊരു അഫോർഡബിളാണ്. എനിക്കൊന്ന് ഞാൻ ഈ ഓർഡർ ചെയ്ത മീനിന് എത്രയാണ്, 200 രൂപ എങ്ങാണ്ട. ഗെറ്റ് റെഡി പ്രിയ ടു എൻജോയ് അവർ ഡോമിട്രി. പ്രിയ ബങ്ക് ബെഡിൽ കയറുന്നതായിരിക്കും ഇന്നത്തെ വ്ളോഗിന്റെ ഹൈലൈറ്റ്. വാ, ഏണിയിലാ കയറണ്ട, അത് കഴിഞ്ഞ് ബാത്റൂമിലേക്കും. നല്ല രസമാണ്. ഞാൻ ബാത്റൂമിൽ കിടന്നോളാം, കുഴപ്പമില്ലല്ലോ. ആക്ച്വലി ഇതൊക്കെ നല്ല ഏരിയ ആണ്. ഇത് ആക്ച്വലി നല്ല ഹോട്ടലുമാണ്. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ദിവസത്തേക്ക് നമുക്ക് ഇവിടുത്തെ ലോക്കൽ ലൈഫ് അറിയാനായിട്ട് ഇതുപോലെ ബാക്കിൽ എവിടെയോ ആർക്കും വേണ്ടാത്ത കുറേ സ്ഥലം എടുത്തിട്ട് ഒരു ക്യാമ്പിംഗ് പോലത്തെ സെറ്റപ്പ് അവർ ചെയ്തു വെച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മളിനി നന്നായി ഇറങ്ങണം. ഇതിൽ നിന്ന് ഇറങ്ങാനും കയറാനും തന്നെ അത്യാവശ്യം നല്ല എഫേർട്ടുണ്ട്. ഒരു ലോക്കൽ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസപ്ഷന് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതാണ്. ഇവിടെ ഒരു വർക്ക്ഷോപ്പൊക്കെയാണ്, കാർ വർക്ക്ഷോപ്പും ബൈക്ക് വർക്ക്ഷോപ്പൊക്കെ. കാറല്ല, ഈ 2 വീലറും 3 വീലർ വർക്ക്ഷോപ്പാണ് ഇവിടെ. ബാലിയിലെ വർക്ക്ഷോപ്പ് കാണണോ? എനിക്കൊന്നും കാണണ്ട, കാണാനല്ലേ നമ്മളിവിടെ. അതൊക്കെ കാണണം പറയും, ഇതൊക്കെ അല്ലേ കണ്ടറിയണ്ടേ അല്ലേ? ഏതോ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ബാലി വന്നിരിക്കുന്ന ബാലി വർക്ക്ഷോപ്പ്. 2 വീലർ എങ്ങനെയാ നന്നാക്കുന്നതെന്ന്. വേറൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് വെട്ടലാണ്. ഇത് നമ്മുടെ നാട്ടിലും വിറക് വെട്ടാറുണ്ടോ? ഞാൻ വെട്ടാറില്ല. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശമ്പളം അറിയോ? ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വിറക് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാ. അങ്ങ് വെട്ടിക്കൂടെ? നല്ല ശരീരമല്ലേ ആർക്ക്? അവിടെ നിൽക്കുന്ന ആൾക്കാ. എനിക്ക് കൈ വെക്കാൻ പറ്റില്ല, സോറി, വേദനയാ. നമുക്ക് പേരറിയാത്ത സ്ഥലത്തേക്ക് വെൽക്കം. കൊടിയൊക്കെ കുറച്ച് പൊടിയൊക്കെ പിടിച്ച് കിടക്കുവാണ്. പക്ഷെ അതിലൊന്നും കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാര്യമില്ലാത്ത? ലൈക്ക് കറണ്ടും ഇല്ല കേട്ടാ. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ അങ്ങനെയൊന്നും നോട്ടീസ് ഇല്ലായിരുന്നു. നടക്ക്. അങ്ങനെ ഇവിടെ പോയിട്ട് ഇവിടെ എന്തോ ഒരു കോമൺ കുളം ഉണ്ടല്ലോ, കുളമുണ്ട്. ഇതെന്തോ പബ്ലിക് ഡൈനിങ് റൂം. ഇവിടെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഷൂസൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്.
എവിടെ ദേ കസേരയില് ഫിഷ് ഉണ്ട്, വലിയ ഫിഷ് ഉണ്ട് കേട്ടാ. വേദു ഇത് ചാടരുതേ, വലിയ ഫിഷാണ്, ഫൈറ്റിംഗ് ഫിഷാ. അപ്പാ നേരെ അപ്പുറത്തേക്ക് പോയിക്കോ, അതെന്താന്ന് നോക്കിയിട്ട് പോകും. അവിടെ ഇതാണ് ഇവരുടെ ലോബി, റിസപ്ഷൻ എന്നൊക്കെ പറയാം. പൊടി പിടിച്ച് കിടക്കുന്നേ. ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളാ ഫസ്റ്റ് ഗസ്റ്റ് തോന്നുന്നു. ആൻഡ് വെൽക്കം ടു അവർ റൂം. എന്താ ഒരു ഇമോഷണലാ നിൽക്കുന്നത്? വെൽക്കം ടു അവർ റൂം. വേദു എവിടെ? ഫ്രണ്ടിൽ എന്താ നോക്ക്, അത് പ്ലെയിൻ അല്ലേ? വി ആർ ലിവിംഗ് ഇൻ എ പ്ലെയിൻ ടുഡേ. പ്ലെയിനോ? മനസ്സിലായപ്പോ നമ്മൾ എന്തിങ്ങനെയാണ് കണ്ട എക്സൈറ്റ്. ഇപ്പൊ എല്ലാവരുടെയും ബോർഡ് മാറി. എങ്ങനെയുണ്ട് ദില്ലോന്റെ സെലക്ഷൻ? കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും യൂണീക്കും നിങ്ങൾക്കും എന്തെങ്കിലും സർപ്രൈസ് ആണെങ്കിൽ ഇനി അത്രയും ഡിഫറെന്റ് ആയിട്ട് ആലോചിച്ചാലല്ലേ നടക്കൂ. പിന്നില്ലേ ഇത് കണ്ടുപിടിക്കാൻ ഞാൻ വിട്ട പാടുണ്ടല്ലോ. ഇത് ശരിക്കുള്ള പ്ലെയിനാ, പണ്ടത്തെ. ആരുടെയാണെന്നറിയോ? വേൾഡിലെ റിച്ചസ്റ്റ് മാന്റെ പ്രൈവറ്റ് ജെറ്റ് ആയിരുന്നു. അല്ല വേൾഡിലെ റിച്ചസ്റ്റ് മാൻ വോറൻ ബുഫേയുടെ. അത് അതെ, ആളുടെ പ്ലെയിൻ ആയിരുന്നു. സോ വെൽക്കം ടു അവർ ഫസ്റ്റ് എവർ സ്റ്റേ ഇൻ എ ഫ്ലൈറ്റ്. ഇപ്പൊ നമുക്ക് ബിസിനസ് ക്ലാസ് കിട്ടിയില്ലെങ്കിൽ ഫുൾ ഫ്ലൈറ്റ് കിട്ടിയില്ലേ നമുക്ക്? ഇതൊരു ഷോ പീസ് ആയിട്ട് വെച്ചിരിക്കുക. ആരും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. പഴയ ഇങ്ങനത്തെ പൊടി പിടിച്ച് നിങ്ങളെ കൊണ്ട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമോ? വാ, അകത്ത് എന്തായിരിക്കും എന്തോ. അതാ വാ വേദു. എക്സൈറ്റഡ്? ഹാപ്പി? ഇതാണ് വേദുവിന്റെ അടുത്ത സർപ്രൈസ്. ഓക്കെ, വാ. സോ ബോർഡിംഗ് പാസ് ഇല്ലാതെ ഞാൻ ഫ്ലൈറ്റ് കയറ്റുമോ? പ്രൈവറ്റ് ജെറ്റില്. പ്രൈവറ്റ് ജെറ്റ് നമ്മുടെ പ്രൈവറ്റ് വേദു. അങ്ങനെ വലതുകാലം വെച്ച് കയറിക്കോ. വി ആർ എൻട്രിങ് എ പ്രൈവറ്റ് ജെറ്റ് ഗൈസ്. ദിസ് ഇസ് അവർ സ്റ്റേ ഫോർ ദ നൈറ്റ്. എല്ലാം ഫുൾ പ്ലെയിൻ ഇസ് ആസ്. ഇത് നോക്ക്, റിയൽ. ഇല്ല ആരും മേടിച്ചില്ല. ഇത് റിയൽ കോക്പിറ്റ്. അതേ പറഞ്ഞ റിയൽ കോക്പിറ്റാ. AC ഉണ്ട് ഇതിന്റെ അകത്ത്, അറിയോ? ഇതേ ഓ ക്യാപ്റ്റൻ വേദു ടേക്ക് ഓഫ് ടു കൊച്ചി. വലിച്ചെടുക്കണ്ട, സ്റ്റാർട്ട് ചെയ്യണം ആദ്യമേ. അതൊക്കെ പഠിക്കണ്ടേ പൈലറ്റ്? വാ, പ്ലെയിൻ എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് വരാം. ഷോക്കായ? അതാണ് ദില്ലോ, മനസ്സിലായോ? ഹഗിതാപ്പയ്ക്ക് ഓക്കെ, ഞാൻ നോക്കട്ടെ, കീ എടുക്കട്ടെ. ടു അവർ പ്രൈവറ്റ് ജെറ്റ്. ആദ്യം തന്നെ കേറി വരുമ്പോ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, മിറർ ഉണ്ട്, ടവൽസ് ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു ക്ലോസറ്റും ഉണ്ട്. ആ, എക്സോസ്റ്റ് ഫാൻ വരെ ഉണ്ട് കേട്ടോ ഇവിടെ. ആൻഡ് ആ ക്ലോസറ്റ് എൽത്തോസും ഉണ്ട്. ഹലോ, സല്യൂട്ട്. അപ്പൊ വേദുവിന് റൂം ടൂർ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ വേദു ഫ്ലൈറ്റ് ഒക്കെ സൂക്ഷിച്ച് ഓടിച്ചോ. അപ്പൊ ബാക്കിയുള്ള റൂം കാണിക്കട്ടെ കേട്ടാ. അപ്പൊ നമ്മളും കണ്ടിട്ടില്ല കേട്ടോ അകത്ത്. ഈ ഫസ്റ്റ് റൂം മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് കാണിച്ചു പോവാം. സർപ്രൈസ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോ വെൽക്കം ടു മൈ പ്രൈവറ്റ് ജെറ്റ്. അപ്പൊ ആദ്യം കേറുമ്പോ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അതൊക്കെ കാണിച്ചു ഞാൻ അകത്തോട്ട് കാണിക്കാം. സോ മൈ പ്രൈവറ്റ് ജെറ്റ്, വെൽക്കം. സോ ഇത് നമ്മുടെ ലിവിംഗ് ഏരിയ. ഇവിടെ 4 പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റിംഗ് ഉണ്ട്. അതെ, ഇവിടെ പ്രൈവറ്റ് ജെറ്റിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇത് പ്രൈവറ്റ് ജെറ്റിന്റെ രീതി തന്നെയാ, ഒന്ന് റീഫർബിഷ് ചെയ്തോന്നേ ഉള്ളൂ. ഓക്കെ, ഇതില് നമുക്ക് ലഗേജ് ഒക്കെ വെക്കാം. അതെ, ക്യാബിൻ സ്പേസ് ഒക്കെ അതുപോലെ തന്നെയാട്ടാ. സത്യത്തിലുണ്ടല്ലോ, എനിക്കിത് കാണുമ്പോ നമ്മൾ ഇവിടെ ഒരു ദിവസം താമസിക്കുകയാണെങ്കിലേ ഈ പ്ലെയിനൊക്കെ ഹൈജാക്ക് ചെയ്ത് പോയ ഒരു ഫുൾ കുറെ നേരം കുറെ ദിവസം പ്ലെയിനിൽ ഉണ്ടാവുമല്ലോ, ആ ഒരു ഫീലിംഗ് സ്റ്റക്കായി പോയത്. പിന്നെ ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ കാണിച്ചിട്ട് പോവാവേ. ഇത് ആക്ച്വലി അവരുടെ വൈഫൈ റൗട്ടർ, AC റിമോട്ട്, കെറ്റിൽ, ഫുൾ വാട്ടർ, ഫ്രിഡ്ജ്, എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ വെച്ചിട്ടുണ്ട്. ഡസ്റ്റ്ബിൻ ഒക്കെ കംപ്ലീറ്റ്ലി കാർപ്പറ്റഡ്.
ആൻഡ് നല്ല കുഷൻസ് ഉണ്ട്, 4 കുഷൻസ് ഉണ്ട് ഇവിടെ മീറ്റിംഗിന് ഇരിക്കാൻ വേണ്ടിയുള്ള പോലെ. മറക്കില്ലല്ലോ ഈ സ്റ്റേ. ഇന്നലെ ആന, ഇന്ന് പ്ലെയിൻ. അപ്പൊ ബെഡ്റൂം ആണ്. അപ്പൊ ഇവിടെ ഒരു ഓഫീസ് ടേബിൾ ഉണ്ട്. അതെ. പിന്നെ അടുത്ത റൂമിലേക്ക് പോവാം. ഇവിടെ ഒക്കെ സ്റ്റോറേജ് ക്യാബിനറ്റ്സ് ആണ്. ശരിക്കും പ്ലെയിനിന്റെ സാധനമൊക്കെ ഉണ്ട്, മറ്റേ ഷെയ്ഡ് ഒക്കെ. അതെ. സെറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ Welcome to my bedroom. In my private jet. Okay, so okay, വേദന പ്രൈവറ്റ് ജെറ്റില്. സോ ഇവിടെ ഇതുപോലെ വലിയൊരു കൗച്ച് ഉണ്ട് ആൻഡ് ദെൻ വലിയൊരു ബെഡ് ഉണ്ട്. ഇതൊരു അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നോക്ക് ഈ സ്വിച്ച് ഒക്കെ. മറ്റേ എയറോസ്റ്റസിനെ വിളിക്കാൻ ഞാൻ വിളിക്കുമ്പോ അപ്പൊ വന്നോണേ ബെല്ലടിക്കുമ്പോ. അപ്പൊ എത്ര വർഷം പഴക്കമുണ്ട് ഇത്? അതൊന്നും അറിയില്ല, ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. പിന്നെ ഇതുപോലെ നല്ലൊരു ബെഡ് ഉണ്ട്. നല്ല കംഫർട്ടബിൾ. പിന്നെ ഫസ്റ്റ് ക്ലാസ് സൂപ്പറാ. ഫുൾ പ്ലെയിൻ നമ്മുടെ. പിന്നെ അതുപോലെ തന്നെ കബോർഡ് ഒക്കെ ഉണ്ട്. കബോർഡ് ഉണ്ട്. ഇവിടെയും AC ഉണ്ട്, TV ഉണ്ട്. ആൻഡ് ദെൻ ലോക്കർ, സേഫ്റ്റി ലോക്കർ വരെ ഉണ്ട്. ഏതോ എല്ലാം ഉണ്ട് അല്ലേ? എന്തൊരു സംഭവം, ഭയങ്കര സംഭവം. അതെന്താ? സൈഡ് ടേബിൾസ് എല്ലാം ഉണ്ട്. ഇനി അതെന്താ? TV കണ്ടു. പിന്നെ അവിടെ വലിക്ക് നമ്മുടെ സെക്കൻഡ് ബാത്റൂം. എന്താ ടബോ? ഇതിന്റെ അകത്താ ലൈറ്റ് ഓൺ ചെയ്ത പോയിക്കകത്ത്. ഓ മൈ ഗോഡ്, they have a tub in this flight guys, along with a second bathroom and a shower. ഇത് നമുക്ക് ഇവിടെ ഒരു ദിവസം ഹീറ്ററും ആൻഡ് ലുക്ക് അറ്റ് ദ മിറർ എല്ലാം മറ്റേ ലൈറ്റ് അപ്പ് ഒക്കെ ഉള്ള മിറേഴ്സും. എന്തായി അല്ലേ? ലൈഫ് ടൈം മെമ്മറി ആയിപ്പോയില്ലേ? അതെ അല്ലേ? ഒരിക്കലും മറക്കാം. പ്ലെയിനിൽ ഒരു ദിവസം ഫുൾ ഡേ താമസിച്ചത്, അതും ഇങ്ങനത്തെ ഒരു പ്ലെയിൻ, സുഖമായിട്ട് കുലുക്കുമില്ലാതെ. ഇതും കണ്ട അവര് ടവൽ ആർട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് പീകോക്കിനെ പോലെ. അടിപൊളിയല്ലേ? അതിന് എന്ത് ക്ലീനാ, എന്തൊരു ക്ലീനാ. അതാണ് മനസ്സിലായോ? അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യേ വേദു. അപ്പൊ പറയുമ്പോ ലൈറ്റ്സ് ഓൺ ചെയ്യണേ. ഓൺ ചെയ്ത ആംബിയൻസ് മാറിയത് നോക്ക് ഫ്ലൈറ്റിന്റെ. എന്താലേ ഒന്നും പോരാതെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ട് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ കേട്ടാ. ഓക്കെ, നല്ലൊരു പൂളും ഉണ്ട്. അവിടെ സൈഡിലൊരു പൂൾ സൈഡ് ടേബിളും ഡിന്നറിനുള്ള സൗകര്യം ഉണ്ട്. ആൻഡ് വി ആർ ഇൻ ദ സെൻറ്റർ, ഓൾമോസ്റ്റ് ഇൻ ദ സെൻറ്റർ ഓഫ് ഉബുദ്, ബട്ട് വെരി സൈലന്റ്. ഇവിടെ പല ടൈപ്പിലുള്ള വേറെ സ്റ്റേസും ഉണ്ട്. ഇതുപോലത്തെ ക്യാബിൻ സ്റ്റേസ് ഉണ്ട്, മറ്റേ ഇതുപോലെ കണ്ടെയ്നർ സ്റ്റേസ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ബട്ട് നത്തിങ് ബീറ്റ്സ് ദിസ് അമേസിങ് പ്ലെയിൻ സ്റ്റേ. എന്താ അമ്മയും മോനെ? ഓ, ഇത് മറ്റേ അങ്കമാലി എത്തിയത് തന്നെ. അമ്മയും മോനാണല്ലോ ഓടിക്കുന്നത്. അങ്കമാലി എത്തും കേട്ടാ. മറ്റേ CID മ്യൂസിയയില് മറ്റേ സലീം കുമാർ പറയുന്ന പോലെ അങ്കമാലി എത്തിച്ച് അടിക്കോളെ. പോണ്ടേ നമുക്ക് വെളിയില്? രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. നമ്മുടെ ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റസ് കേട്ടോ, സ്റ്റുവർട്ട്. സോ വെള്ളം സെർവ് ചെയ്യും. Excuse me, I need some water. Yeah. Excuse me, can I have this? Thank you. Thank you, sir. You cannot give it like this with the bottle. That's okay. You can open and give. No, just open and give it. Okay. Okay. വെളിയിലേക്കൊന്ന് ഇറങ്ങാനിരിക്കുമായിരുന്നു. അപ്പൊ നല്ല മഴ. നമുക്ക് മഴയൊന്നും വ്യൂ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് വിൻഡോസ് ഒക്കെ ബ്ലർ ചെയ്തിട്ടിരിക്കുവാണ്. പക്ഷെ ഭയങ്കര മഴ. ഇതൊന്നും നിൽക്കാതെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ പ്ലെയിൻ്റെ ഒക്കെ സ്റ്റക്കാണ് ഗൈസ്. പ്ലെയിൻ്റെ അകത്ത് സ്റ്റക്കാണ്, ഭക്ഷണമൊന്നും ഇല്ലാതെ. പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്, പക്ഷെ ഫുഡില്ല. നല്ല സുഖമായിട്ട് മഴയത്ത് പ്രൈവറ്റ് ജെറ്റിൽ പ്രൈവറ്റ് ബെഡിൽ കിടന്നുറങ്ങി. അപ്പം വേദുവിനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നു.
അപ്പൊ വേദുവിന് അവിടെ ഒരു ലോഞ്ച് പോലെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഇരുന്ന് ഇവിടെ പണിയായിരുന്നു. അതിപ്പോ ഏതോ ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. അത് കറക്റ്റ് ടൈമാ. മഴയായതുകൊണ്ട് ഞാൻ കുറച്ച് ഡിലേ ചെയ്തേ. ഇപ്പൊ കോഫി കുറച്ച് ലേറ്റ്, പക്ഷെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ കോഫി ഷോപ്പാണ്. അവിടെ പോയി കുറച്ചു നേരം ഇരുന്നിട്ട് ബാക്കി കറങ്ങാം. നമ്മുടെ കറക്റ്റ് ടൈമിന് മഴയും കൂടി അല്ലേ? ഡ്രൈവറിന്റെ മോനുണ്ട്. പറഞ്ഞു വേണമെങ്കിൽ ബാക്ക് സീറ്റിലേക്ക് ആക്കാം. എന്തല്ലേ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. അവർക്ക് വീട്ടിലാക്കാൻ ആരും കാണില്ല. അതാ അല്ല ഏറ്റവും ബാക്കിലാക്കാം. പാവം മോനെ. അങ്കിളിന് വേറെ ആരും മേപ്പിക്കാൻ ഇല്ലാത്തതുകൊണ്ട്, വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് മോനെയും കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ നല്ല ഡീപ്പ് ഫോറസ്റ്റുകളുടെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. ഇവിടെ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രിയക്ക് കഫേസ് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് എൻ്റെ ജോലിയാണ് എവിടെയെങ്കിലും പോയാൽ നല്ല കഫേസ് ഉണ്ടെങ്കിൽ പ്രിയ മോഹനെ കൊണ്ടുപോകും. നോക്ക് കഫേ, ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഇറ്റ് ഇസ് നോട്ട് ഓൺലി ആൻ കഫേ, ഇറ്റ് ഇസ് എൻ ക്രിയേറ്റീവ് ആർട്ട് സ്പേസ്. അതാണ് ഇത്രയും ഡീകോർ ഇങ്ങനെ വരുന്നത്. യുണീക് സ്പേസ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ ട്രീ ടോപ്പ്, പക്ഷെ ഇറ്റ് ഇസ് മെയ്ഡ് വിത്ത് ലൈക്ക് എന്താ പറയുന്നത്, ഭയങ്കര എസ്തെറ്റിക് രീതിയിൽ. അത്രയും ട്രീ ഹൗസ് അല്ല, പക്ഷെ ഒരു ട്രീ ടോപ്പ് എന്നാണ് ഈ കഫേയുടെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. എന്ത് രസം നോക്ക്. എല്ലാ സ്ഥലവും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം. പക്ഷെ മഴ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കായിരുന്നു. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. നോ, ഓരോ സ്ഥലങ്ങളും. ഇപ്പം മഴ കഴിഞ്ഞുകൊണ്ട് എനിക്കൊന്നും നമുക്ക് സുഖമായിട്ട് സീറ്റ് കിട്ടും കേട്ടോ. ഇവിടുത്തെ വ്യൂ നോക്ക്. ഇങ്ങനെ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ the view we are getting is this. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കോഫി കുടിക്കാം. the quality of the drinks അല്ലേ? ഇവരുടെ ഡ്രിങ്ക്സിന്റെ ഭംഗിയെ നോക്കി. ഇത് വേദുവിന്റെ ഹോട്ട് ചോക്ലേറ്റ്, ഇത് പ്രിയയുടെ മാജിക് ലാറ്റെ, ഇത് ചിക്കൻ പോപ്കോൺ, ദിസ് ഇസ് മൈ ഐസ് മോക്ക. the drinks look so beautiful. എന്ത് രസമാണ്. എന്തായാലും I'm sure it will taste good. പ്രിയയുടെ ഭയങ്കര ഇതാണ്, രാത്രി ഉറങ്ങണ്ട 2 ഷോട്ട് കോഫി ഇതില്. ഇതെന്താന്ന് നോക്കിക്കോട്ടാ. ദിസ് ഇസ് വൺ ഓഫ് ദ ക്രേസിയസ്റ്റ് ഫുഡ് ഐ ഹാവ് എവർ സീൻ. ഇതേ ഒരു പീസ് ജസ്റ്റ് എടുത്തിട്ട് ഇതെല്ലാം കൂടി ആയിട്ട് കഴിക്കുക. എന്തൊക്കെയാ ബാലി ചെയ്യുന്നത്? എന്തൊക്കെയാ കൊച്ചു ബാലി നടക്കുന്നത്? മെനു കാണുന്ന ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. ഇത് കുറച്ച് എടുക്കുക. അതിലൊന്നും എടുക്കുക. ഇനി കുറച്ച് ചീസും എടുക്കുക. ഇനി കഴിക്കുക. എനിക്കതിനെ കൊതിയാവുന്നത് കണ്ടിട്ട്. ഇത് പഴംപൊരി വിത്ത് ആൽമണ്ട് ക്രീം ആൻഡ് ചീസ് ആണ്. ആണോ? പഴംപൊരിയുടെ ടേസ്റ്റ്, ചീസിന്റെ ആ ചെറിയ ഉപ്പ്. തുടങ്ങി. നമുക്ക് ട്രൈ ചെയ്യണം. വാട്ട് എ ഡിഷ്. നോ, ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചാ, പക്ഷെ വിട്ടേക്ക്, നമുക്ക് ആ സസ്പെൻസ് ഒന്നും വേണ്ടല്ലോ. സോ ഇത് പഴംപൊരി വിത്ത് ആൽമണ്ട് ക്രീം ആൻഡ് ചീസ് ആണ്. പക്ഷെ ആ പഴംപൊരിയുടെ ബാറ്റർ കുറച്ച് എന്തോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വെച്ചാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രിസ്പിയാ. അതെ. ഇത് വേദുവിന്റെ ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. എന്റെ ഇത് കോൾഡ് ചോക്ലേറ്റ് അല്ല, ഇത് മോക്കയാണ്. സോ ഇറ്റ്സ് ലൈക്ക് തിക്ക് ചോക്ലേറ്റ്, പ്രോപ്പർ മെൽറ്റഡ് ചോക്ലേറ്റ് വിത്ത് കോഫി. ദാറ്റ്സ് റിയലി ഗുഡ്. ഇത് പക്ഷേ എന്താ പറയുക, ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് നോട്ട് വെരി തിക്ക്. ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷെ എൻ്റെ ഡ്രിങ്ക്സ്, ഈ കഫേയുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ 100% വന്ന് ഈ ഡിഷ് ഓർഡർ ചെയ്യുക കേട്ടോ. ഇത് ബനാന ഫിറ്റേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്, വിത്ത് ചീസ്. അത് അങ്ങനെ തന്നെ വരുള്ളൂ. ഇതിൻ്റെ ഈ ബാറ്റർ എന്ന് പറഞ്ഞാൽ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇന്നൊരു എന്താ പറയുക, ഒരു കാരമൽ, റോസ്, അതുപോലെ ക്രഞ്ചി, ഷുഗർ എല്ലാം ഉള്ള ഒരു ടേസ്റ്റ്. ബനാന ഇസ് വെരി റൈപ്പ്. ആൻഡ് പ്രിയോണല്ല ചീസിൻ്റെ ഉപ്പും കൂടെ വരുമ്പോൾ, പ്ലസ് ഇതിൻ്റെ ഈ വാഫിളിൻ്റെ മുകളിലൊക്കെ വരുന്ന പോലത്തെ ഒരു സോസാണ്. അതും കൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ ബാക്കി കേട്ടോ. ബാക്കിയൊക്കെ പ്രയോഗിച്ച് നല്ല പോർഷനാണ് ഇത്. ഒരു 3 പേരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. ആൻഡ് നല്ല വലിയ പഴംപൊരിയാണ്. കോഫി ഡബിൾ ഷോട്ട് ആണ്, മാജിക് കോഫി എന്നതിൻ്റെ പേര്. അടിപൊളിയല്ലേ? നല്ല വെതറും നല്ല വ്യൂ, എല്ലാം സൂപ്പർ. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടേ
ഡിന്നറിന് പോണം. കഴിക്കേണ്ടത് അല്ലെങ്കിൽ പ്ലെയിനിൽ പോയിരിക്കാം നമ്മുടെ പ്രൈവറ്റ് ജെറ്റിൽ. ഞങ്ങളുടെ ഡിന്നർ മിക്കവാറും ശോകമായിരിക്കും. ഭയങ്കര മഴ കഴിയാതെ നമുക്ക് വണ്ടികൾ കിട്ടാനും കുറച്ച് പാടാണ്. ആ സമയത്ത് ഒരു സ്ഥലത്തേക്ക് പോകാനും ഭയങ്കര പാടാണ്. സോ മേ ബി പഴംപൊരി ആയിരിക്കും ഡിന്നർ. ഇനി ഡിന്നർ വേണോ? പ്രൈവറ്റ് ജെറ്റാണ്, പക്ഷെ പട്ടിണിയാണ്. പറക്കത്തുമില്ല, ഭക്ഷണവും ഇല്ല. ഇപ്പൊ മഴയാണെങ്കിലും അല്ലെങ്കിലും പ്രിയക്ക് ഡിന്നർ കഴിച്ചേ പറ്റൂന്ന് ഭയങ്കര വാശി. ഞാൻ പറഞ്ഞു എനിക്ക് ഡിന്നറും വേണ്ട, ഇനിയിപ്പോ ഇത്രയും കഴിച്ചില്ലേ റൂമിൽ പോന്ന്. ഫുഡ് കിട്ടാത്ത പ്ലെയിൻ. അപ്പൊ എന്താണെന്നറിയോ, ഇവിടെ ഞാൻ കഴിഞ്ഞ തവണ ബാലി വന്നപ്പോ പോണെന്ന് വിചാരിച്ച സ്ഥലമാണ്, നടന്നില്ല. ഇത്തവണ ഞങ്ങൾ ഇപ്പൊ കഴിച്ചതിന്റെ അടുത്ത് തന്നെയാണ്. അതിന്റെ പേര് നോട്ടി നൂറീസ് ആണ്. അറിയോ? നോട്ടി നൂറീസ്. അവിടുത്തെ ഏറ്റവും ഫേമസ് ഐറ്റം എന്താണെന്ന് അറിയോ? ബാർബിക്യൂ പോർക്ക് റിബ്സ്. ഇവിടുത്തെ ബാലിയിലെ ബെസ്റ്റ് ബാർബിക്യൂ പോർക്ക് റിബ്സ് ആണ്. ഈ ചേട്ടനൊക്കെ പറഞ്ഞു സൂപ്പർ പ്ലേസ് ആണ്. സോ അവിടെ ആയിരിക്കും നമ്മൾ പോയി ഡിന്നർ കഴിക്കുന്നത്. ഇന്നത്തെ കംപ്ലീറ്റ് ദിവസം അടിപൊളി. അത് തന്നെ റെയിൻ. ഇന്ന് മാത്രം മഴ പെയ്തിട്ടുള്ളൂ, ഇന്ന് മുമ്പേ മഴയില്ലായിരുന്നു. ഹോപ്പ്ഫുള്ളി നാളെ തൊട്ടും മഴ കാണില്ല. മഴ വന്നാൽ നമ്മുടെ എല്ലാ പ്ലാനും പൊളിയും, കാരണം എല്ലാ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഞങ്ങൾ മഴയത്ത് നിന്ന് ആ സെയിം സ്ഥലത്ത് വന്നിട്ടുണ്ട്. നൂറീസ് 1995 എസ്റ്റാബ്ലിഷ് ആണ്. ഇറ്റ്സ് എ ലെജൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാലീസ് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ബാർസിൻ്റെ അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അവരുടെ ആർട്ടിക്കിളും എല്ലാം വന്നിട്ടുണ്ട്. സോ ഇവരുടെ മെയിൻ പോർക്ക് റിബ്സ് ആണ്. ആൻഡ് ശരിക്കും അവിടെ ലൈവായിട്ട് അവരവിടെ ഗ്രില്ല് ചെയ്യും. ജസ്റ്റ് ഈറ്റ്. ഭയങ്കര ഒരു ലോക്കൽ സ്ഥലമാണ്, പക്ഷെ ക്വൈറ്റ് പോപ്പുലർ. അപ്പോൾ നമുക്ക് പോക്ക് റിബ്സ് തന്നെ പറയാം. അധികം ഒന്നും കഴിക്കാൻ വയ്യ, ബട്ട് ഐ വോണ്ട് ടു ടേസ്റ്റ് ദ പോക്ക് റിബ്സ് ഫ്രം ഹിയർ. അപ്പോൾ ഇവിടെ തന്നെ അതെ ഫ്രഷായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴാണ് പോക്ക് ഗ്രില്ല് ചെയ്യുന്നത്. നല്ല മഴയത്ത് നല്ല ഗ്രിൽഡ് പോക്ക് റിബ്സ് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. നല്ല പോർഷനുണ്ട്, നല്ല സൈസും ഉണ്ട്. എന്തിനാ ചെറുത്? അത് ചിലപ്പോൾ വെറുതെ ആയിരുന്നായിരിക്കും, അറിയില്ല. ഇവരുടെ ഗാർലിക് ബ്രെഡ് ഇസ് ആക്ച്വലി ഗാർലിക് ബ്രെഡ്. ഇവരുടെ എസെൻസ് മാത്രമല്ല, ഇറ്റ്സ് ഫുൾ ഓഫ് റോസ്റ്റഡ് ഗാർലിക്. ആൻഡ് ലുക്ക് അറ്റ് ദ പോക്ക്. ഇത് റിബ്സ് ആണോ മീറ്റ് ആണോ ഒന്നും അറിയില്ല. ഇറ്റ്സ് ജസ്റ്റ് സോ ഹ്യൂജ്. എന്താ കഴിച്ച ഭയങ്കര ഒരു അപ്പീലിംഗ് മണവും ലുക്കുമാണ് പോക്ക് റിബ്സിൻ്റെ. ആൻഡ് ദ ഗാർലിക് ബ്രെഡ് ദാറ്റ് ഓൾസോ ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ഗുഡ്. അപ്പോൾ ഇത് മൊത്തം പ്രിയ തീർക്കുന്നതായിരിക്കും. വിളിച്ചോണ്ട് വന്നതിന് പണിഷ്മെന്റ് ഫുൾ തീർത്തോണം, എന്നിട്ട് എഴുന്നേറ്റാ മതി. ഞാൻ ആക്ച്വലി ചെറിയ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ ഫോൾ ഓഫ് ദ ബോൺ പോലെ ഒന്നും അല്ല കേട്ടോ, കുറച്ചും കൂടെ ടഫ് മീറ്റ് ആണ്. പക്ഷെ എന്നാലും നമ്മളൊന്ന് പിടിച്ച് വലിച്ചാൽ എല്ലാം കൂടെ വരും. അമേസിങ്. പോർക്ക് വളരെ ടെൻഡറാണ്. ബാർബിക്യൂ സോസ്, ഇത് സോസാണ് ഹീറോ. നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ ബാർബിക്യൂ സോസ് നല്ല ഷുഗറുണ്ട്. അത് ഗ്രില്ലിരുന്ന് ഇതുപോലെ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബേൺഡ് ഷുഗർ ഫ്ലേവർ വരുന്നുണ്ട്, വിച്ച് കോംപ്ലിമെന്റ്സ് ദ ഫാറ്റി മീറ്റ് പെർഫെക്റ്റ്ലി. പ്രിയ ഫുൾ പോക്ക് റിബ്സ് അടിച്ച് കയറ്റി. എങ്ങനെയുണ്ട്? അതെ, എത്ര ഷുഗർ അത്രയും ഉണ്ടായിട്ടല്ലേ? അതേ പറഞ്ഞ മീറ്റാ കൂടുതൽ. അല്ല സോറി, എല്ലിന്റെ സൈസ് ഭയങ്കര വലുതാ. മീറ്റൊക്കെ ഉണ്ട് കേട്ടാ. ഇത് ഒരു 5 മിനിറ്റേ കൈയില്ലേ ഇങ്ങനെ പിടിച്ചിരുന്ന ആ ഫെവിക്കോളിൽ ഒട്ടും കൈ. അത്രയും സ്റ്റിക്കി സോസാ. വേഗം പോയി കൈ കഴുകിക്കണം ഇത് കഴിഞ്ഞാൽ. അടിപൊളി അല്ലേ? ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാലും പറയാം, ഓൾമോസ്റ്റ് ഉണ്ട്. പ്രൈവറ്റ് ജെറ്റ് വെയിറ്റിംഗ്. വേഗം പോണെങ്കിൽ കൊതിയാവുന്ന എൻ്റെ അകത്ത് കിടന്ന് അടിച്ചു പൊളിക്കാൻ. നമ്മുടെ ജെറ്റ് നമ്മുടെ ഇഷ്ടമുള്ള ബോർഡിംഗ് പോവറിയ. എഴുന്നേക്കുന്നത് വല്ല ഉഗാണ്ടയിലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കംഫർട്ടബിൾ പ്ലെയിൻ ആയിരിക്കും. 1620 രൂപ. ഒരു കോള, ഒരു ഐസ് ടീ, ഒരു ഫുൾ പോക്ക് റിബ്സ്, ഒരു ഫ്രൈഡ് ചിക്കൻ വേദൂന് കൊടുത്തു, ഒരു ഗാർലിക് ബ്രെഡ്. കൂടുതലാണോ? ബാലി ആക്ച്വലി നമ്മൾ കഴിഞ്ഞ തവണ അത് കിട്ടില്ലായിരിക്കും, പക്ഷെ നമ്മൾ കഴിഞ്ഞ തവണ വന്നില്ലേ, അതിനെക്കാട്ടി 2 times മോർ എക്സ്പെൻസീവ് ആയെന്നാ പറയുന്നത്.
എന്നാലും ഇറ്റ്സ് ഓക്കെ. ഭയങ്കര ചീപ്പായിരുന്നു ബാലി. സെയിം തിങ്. തായ്ലൻഡ് ഇസ് ആക്ച്വലി 3 times more expensive. അത് നമുക്ക് ഫീൽ ചെയ്തു. ആരുമില്ല കേട്ടാ. ഇറ്റ്സ് ജസ്റ്റ് വി ആൻഡ് ആ പ്രൈവറ്റ് ജെറ്റ്. തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തി. ലൈറ്റ് പോലും ഇല്ല. നേരെ കുളത്തിൽ വീണ ആ ഫൈറ്റർ ഫിഷ് മിക്കവാറും നമ്മൾ ഇടിച്ച് പഞ്ചിക്കിടും. അങ്ങനത്തെ ഒരു ഫൈറ്റർ ഫിഷാണ് ഇതിൻ്റെ അകത്ത്. പക്ഷെ ഒരു ആരും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അബാൻഡൻ. പക്ഷെ ആ ഫ്ലൈറ്റിനകത്ത് കയറിയ ഇറ്റ്സ് ആൻ അനദർ വേൾഡ്. കളഞ്ഞാക്കി. ആ നമ്മുടെ പ്ലെയിൻ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ബോർഡിങ് ടൈം ആയിട്ടുണ്ട്. രാത്രിത്തേക്ക് നമ്മൾ കയറാൻ റെഡിയാണ് പ്ലെയിനിലേക്ക്. അതെ, നമുക്ക് വേണ്ടി വെയിറ്റിംഗ്. എന്തായാലും ഇതും ഒട്ടും ഇന്നലത്തെ സ്റ്റേ എത്രയോ യുണീക്ക് ആയിരുന്നു, അതുപോലെ തന്നെ യുണീക്ക് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്റ്റേ. ഇതൊക്കെ ഉറപ്പല്ലേ? ഏതും വലുതാവുമ്പോ പറയാം ഞങ്ങള് പ്ലെയിനിന്റെ അകത്ത് താമസിച്ചു എന്ന് അല്ലേ? അതാണ് നമുക്കെല്ലാം റെക്കോർഡുണ്ട്. മറന്നാലും അപ്പൊ ഞാൻ വെച്ചു കൊടുക്കും. കാണടാ പിന്നെ ഞാൻ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. Back to our flight. What a place. Light ഒക്കെ ഓൺ ചെയ്യട്ടെ. എന്തൊരു ഫീലാന്നറിയാം. ലിറ്ററലി ദ ഫീൽ ഇസ് അമേസിങ്. എന്തോ ഒരു സ്പെഷ്യൽ ഫീലാണ് ശരിക്കും. കാരണം ഒരു മൾട്ടി ബില്യണയറിന്റെ ഫ്ലൈറ്റിൽ ആണെന്ന് തോന്നുന്നു കേട്ടാ. താമസിക്കുന്നതൊക്കെ ഒരു സ്പെഷ്യൽ ഫീൽ അല്ലേ? ആൻഡ് അമേസിങ് ബെഡ്റൂം. ഇതൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാ പോയിരിക്കുന്നത് നമ്മള്. അടിപൊളി. അപ്പൊ വേദു ടബിൽ ഇറങ്ങിക്കോ. അമ്മ കുറച്ച് റിലാക്സ് ചെയ്തോ. ബാക്കി നാളെ രാവിലെ. ടബല്ലേ വേദുന്റെ റിലാക്സിങ്. ഗ്രീൻ ടീ ഒക്കെ ഉണ്ട്. ഒരു ഹാപ്പി ഫാമിലിന്ന് വ്ലോഗും ഒക്കെ ഇട്ട് പ്രൈവറ്റ് ജെറ്റ്. അതെ, ചൈനയിലേക്കൊക്കെ പിന്നെ നമ്മുടെ ഓൺ ഫ്ലൈറ്റിലായിരിക്കും പോകുന്നത്. പറ നമ്മുടെ പ്ലെയിൻ. So good morning guys, good morning from our Warren Buffet flight. ഇന്നൊരു പേരുണ്ട് കേട്ടോ പ്ലെയിനിന്റെ. അതെന്തായിരുന്നു? നല്ല ഉറക്കം. എന്തൊരു സൈലൻസ് ആണെന്നറിയോ? മിൽട്ടൺ ഫ്രെഡ്മാൻ അതാന്ന് തോന്നുന്നു. അത് ആളുടെ പേരാണോ പ്ലെയിൻ്റെ പേരാണെന്ന് അറിയില്ല. എന്തായാലും അമേസിങ് സ്റ്റേ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അവർ കൊണ്ടുവന്ന് സെർവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ സെർവ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ്, കുറച്ച് വാട്ടർമെലൺ ജ്യൂസ്, കുറച്ച് ചായ. ഇത് നമ്മുടെ പ്ലെയിനിൽ ഇത് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. ഇറ്റ്സ് ബീൻ ടോട്ടലി യുണീക്ക്. ഹോപ്പ്ഫുള്ളി നിങ്ങളും ഈ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ ഇവിടുന്ന് വേറെ ഹോട്ടലിൽ പോകാം. പക്ഷെ അത് ഭയങ്കര സെറ്റപ്പ് ഉള്ള ഹോട്ടലൊന്നും അല്ല. പക്ഷെ ഇനി നമ്മൾ ബാലിയുടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യും. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനും കാണിക്കാനും ഉണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ നാളെ വേറെ ഒരു നല്ല ബാലി വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി ഇറ്റ് വോണ്ട് റെയിൻ ഹിയർ. സോ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.